Is a businessman morally obliged to retain laborers when modern technology can replace them to cut cost, improvement productivity, especially when workers depend on the same job like a ചുമട്ടുതൊഴിലാളി? ഈ എന്താണ് ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ ഒരു സംരംഭകന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസറുടെ മൊറാലിറ്റി എന്ന് പറയുന്നത്? ഒരു തൊഴിലാളിയോടുള്ള, ടു ബി ഫ്രാങ്ക്, അത് നിങ്ങൾ ഒരു മലയാളിയാണെന്ന് ചിന്തിക്കുക. അതായത് താൻ ഇടപെടുന്ന ആളുമായിട്ട് നീതി ചെയ്യുക അല്ലേ? മൊറാലിറ്റിയാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും അല്ല മൊറാലിറ്റി. അയാളോട് നീതി ചെയ്യുക, അയാളുമായിട്ട് സത്യസന്ധമായി പെരുമാറുക, അയാൾ ചെയ്യുന്ന ജോലിക്ക് നിലവിലുള്ള കൂലി കൊടുക്കുക, അയാളെ ഇൻസെൻറ്റീവ് കൊടുക്കുക, അല്ലെ വേണേൽ എസ്ഗ്രാഷിയൊക്കെ കൊടുക്കാം, അതായത് അനുപ്പുറമുള്ള ഇത് കൊടുക്കാം. അതല്ലേ ഒരു മുതലാളി തൊഴിലാളി ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പം ഈ തൊഴിലാളി ചെയ്യുന്നതിനേക്കാൾ ഒരു യന്ത്രമോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ AI ഇപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ തന്നെ ആലോചിച്ചു, ഇന്ത്യയിലെ AI സെക്ടറിൽപ്പെട്ട പ്രമുഖ കമ്പനികൾ, ടോപ്പ് 10 കമ്പനികൾക്കുള്ള സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഏതാണ്ട് $7 ബില്യൺ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈവൻ വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന, ഹ്യൂമൻസ് ചെയ്തുകൊണ്ടിരുന്ന പല കോഡിങ്, പ്ലാനിങ്, ഈ ഓർഗനൈസേഷണൽ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വസ്തുനിഷ്ഠമായും കുറെ കൂടെ നന്നായിട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ചാറ്റ് ബോക്സ് പോലെ ഒരു സാധനം, ബോട്ട് പോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പെട്ടെന്ന് ഒക്കേഷണലായിട്ട് ഓർത്തു. അത് കാരണം അമേരിക്കൻ പേറ്റന്റ് ആണ് അതിനുള്ളത്. ഇന്ത്യൻ കമ്പനികൾ ഇതേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഹ്യൂമൻ റിസോഴ്സ് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൻ്റെ 10-1 ചിലവോടുകൂടി ഈ സോഫ്റ്റ്വെയർ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്തു തരും. അത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലയിടത്തും ഇപ്പോൾ AI ഇത് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും ഡേറ്റ അനാലിസിസും മറ്റ് കോഡിങ്ങും എല്ലാം ചെയ്യാനായിട്ട് പെട്ടെന്ന് സമയലാഭം, ഊർജ്ജലാഭം, പണം എല്ലാം വരുന്നു. അപ്പോൾ ഈ നമ്മുടെ പരമ്പരാഗത IT കമ്പനികൾക്ക് ഒന്നി പരിഷ്കരിക്കുക അല്ലെങ്കിൽ പെരിഷ് ചെയ്യുക എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇത് മോറലാണോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഇതെന്തുകൊണ്ട് മോറലല്ല? ഇപ്പോൾ പാലം വരുമ്പോൾ കടത്തുകാരന് ജോലി നഷ്ടപ്പെടും. കടത്തുകാരൻ പാലത്തിലൂടെ കയറി ഒരു ഓട്ടോ എടുത്ത് ഓടിക്കുക, അല്ലെങ്കിൽ അടുത്തൊരു കട തുടങ്ങുക, അല്ലെങ്കിൽ വേറെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെയാണ് ലോകം ഇന്നുവരെ എത്തിയിട്ടുള്ളത്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, സർഗാത്മകമായ നശീകരണം. ഓക്കെ, അപ്പോൾ അത് മോറലാണെന്ന് ചോദിച്ചാൽ മോറൽ തന്നെയാണ്. അല്ല, ഞാൻ തൊഴിലാളികളെല്ലാം വെച്ചുകൊണ്ടിരിക്കുക, ഞാൻ മെഷീനൊക്കെ ഉണ്ട്, വളരെ അപ്ഡേറ്റ് ആയിട്ട് സാധനം, ഞാൻ അതൊന്നും കേൾക്കത്തില്ല. അങ്ങനെ ചെയ്താൽ എന്താണ്? നിങ്ങൾക്ക് മുതലാളിയായിട്ട് തുടരാൻ കഴിയില്ല. അതാണ് പ്രശ്നം. കാരണം നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളുള്ള കരുണ, ദയ, എമ്പതി, സിമ്പതി ഒക്കെ കാരണം അവരുടെ കൂടുതൽ സമയമെടുത്ത് കുറഞ്ഞ പണി ചെയ്യുന്ന, എഫിഷ്യൻസി കുറഞ്ഞ തൊഴിലാളികളെ നിങ്ങൾ നിലനിർത്തുന്നു. അവരുടെ കുടുംബം പ്രാരാബ്ദമൊക്കെ പരിഗണിച്ചു. നിങ്ങളപ്പോൾ ഒരു ചാരിറ്റി വർക്കാണ് ചെയ്യുന്നത്, നിങ്ങൾ ബിസിനസ് അല്ല ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റിയും പുതിയ ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അല്ലെ, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മുതലാളിമാർ, സംരംഭകർ, ഓർഗനൈസേഴ്സുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മുതലാളി അല്ലാതെ, സംരംഭകനല്ലാതെ, ഓർഗനൈസർ അല്ലാതെ മാറും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അവരെ ചാരിറ്റി ചെയ്യാൻ പറ്റുക? അപ്പൊ നിങ്ങളുണ്ടെങ്കിലല്ല അവർക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ.